ഹലോ, നമ്മളിന്ന് റോസ്ലി സൺഫ്ലവർ ഗാർഡനിലൊക്കെ പോയതിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഇതിന് മുന്നിൽ വ്ലോഗിന് മുന്നേ കൊടുത്തേക്കുന്നത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് പിള്ളേർ അടിപൊളിയായിരുന്നു. ജസ്റ്റ് ആഫ്റ്റർ ഷോയിങ് ദ ഫോട്ടോസ് ദ വ്ലോഗ് വരും കംപ്ലീറ്റ് ആയിട്ട്. ശരിക്കും ഞങ്ങൾ അവിടെ സ്ഥലം എൻജോയ് ചെയ്തു. ഇത് കണ്ടില്ലേ, അവരിങ്ങനെ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. അതുപോലെ തന്നെ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. അടിപൊളിയായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ റോസ്ലി സൺഫ്ലവറിലോട്ടുള്ള സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കിന് നല്ല നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ. അപ്പോൾ ഞങ്ങൾ നേരെ നടന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു ഹോഴ്സിനെ കണ്ടു. അതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, ആനിമൽസിനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരെ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടാൽ. അപ്പോൾ അവൾ വേറെ ഒന്നും നോക്കത്തില്ല. അവളെങ്ങനെയും അതിൻ്റെയൊക്കെ അടുത്തോട്ട് പോകാൻ അവൾ നോക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത് നിന്നപ്പോൾ പേടിയായെന്ന് തോന്നുന്നതാ, അവിടെ നിർത്തിയിട്ട് മാറി. പിന്നെ അവിടെ അപ്പുറം കടലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. കളിച്ചോണ്ടാണ് പോകുന്ന വഴിയില്ല. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിന് നല്ല രസം. അതായത് ഇങ്ങനെ ഈ കടലിടുക്കില്ലേ, അതുപോലെ ഒരു സംഭവം. ഒത്തിരി പേര്, ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ടൊക്കെ. കൂടുതലും ഇവിടുത്തുകാർ തന്നെയാണ്. പിന്നെ കുറച്ച് ഇന്ത്യൻസിനെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ താഴെ കടൽ, മേലെ നീലാകാശം, ഇടയ്ക്ക് കുറച്ച് പച്ചപ്പ്, കുന്നുകൾ, അങ്ങനെ ഒരു പ്രതീതിയായിരുന്നു ശരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം നടന്നു അതിൻ്റെ അടുത്തേക്ക് എത്താറായി. ഒരു വേലി കടക്കണം. ചെറിയൊരു ഗേറ്റ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, സോറി, വേലിയല്ല, ഗേറ്റ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു റോഡ് കാണാൻ പറ്റും. വണ്ടി കയറാൻ പ്രയാസമാണ്. യൂഷ്വലി വണ്ടി അവിടെ കയറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മിക്കവരും തന്നെ നടന്നാണ് പോകുന്നതുകൊണ്ട് അവിടെ ഒരു പശുവാണോ, പശുവാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ താഴ്വാരം പോലെയുള്ള ഒരു സ്ഥലം, അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ആട്ടും കുഞ്ഞുങ്ങളും പശുക്കളും ഒക്കെ ഇങ്ങനെ പുല്ല് തിന്നുന്നു. പിന്നെ ആ താഴെ കണ്ടില്ലേ, ബീച്ച് പോലെ. അപ്പോൾ അവിടെ വേണേൽ നമുക്ക് ഇറങ്ങിപ്പോവാം. പക്ഷേ ഈ പിള്ളേരെല്ലാം ഫുള്ള് ദേഹത്ത് അഴുക്കാക്കുകയും ഒക്കെ ചെയ്യുന്ന ബീച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടി മറിഞ്ഞ്, അപ്പം എല്ലാം അഴുക്കാവുമല്ലോ, വണ്ടി എല്ലാം അഴുക്കാവും. പിന്നെ പൊടിമണലിൻ്റെ ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. തന്നെയല്ല, ഒരുപാട് നല്ല ദൂരം നടക്കാനുണ്ട്. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തൊന്ന് കുറേയേറെ നടക്കാനുണ്ട്. നമുക്ക് വലിയവർക്ക് നടക്കാൻ പറ്റും. പക്ഷേ പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇസ പറഞ്ഞു, ഇസയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇസ ഞങ്ങൾ പിന്നെ എടുക്കുമായിരുന്നു. അപ്പൂസ് പിന്നെ നടന്നു. പക്ഷെ നല്ല അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റണ്ടിങ് വ്യൂസാണ്. ഒരുമാതിരി നല്ല എന്താ പറയണ്ടേ, ഈ കൊക്ക പോലെയൊക്കെ. അതിൻ്റെ അടുത്തോട്ടൊന്നും ഞങ്ങൾ അധികം പോയില്ല. കാരണം ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം അവർ വേലിയോ അല്ലെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ വന്ന് അവരിങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. നല്ല അതിൻ്റെ താഴെയുള്ള ആ ഏരിയ ഇല്ലേ, ബീച്ച് പോലെയുള്ള അടുത്തൊക്കെ കണ്ട് പൊട്ട് പോലെ കാണാൻ പറ്റും. ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കടലിൽ സൈഡിൽ. നമുക്ക് അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. വെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെ കാണാൻ ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സും ഒന്നും എടുക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ തന്നെയല്ല, ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും. കാര്യം സമ്മറൊക്കെ ആണെങ്കിലും ആ ഒരു ഭാഗത്ത് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ കടലിലൊക്കെ ഇറക്കിയിട്ട് പിന്നെ പനിയോ ജലദോഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യുന്നോർത്ത് ഞങ്ങൾ ഈ വെക്കേഷൻ ടൈമിൽ കുറേ യാത്രകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കടലിൽ മനഃപൂർവ്വം ഇറങ്ങാഞ്ഞതാണ്. പക്ഷെ നല്ല രസമാണ്. അവിടെ നിന്ന് കുറേ ഞങ്ങൾ എൻജോയ് ചെയ്തു ആ വ്യൂസൊക്കെ. ഉണ്ടോ അതിൻ്റെ ഒരു അതായത്
നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് അതിൻ്റെ എഡ്ജ് നോക്കുക, കണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുത്തനെ ഇറക്കാം. അവിടെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നിന്നില്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. നിന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോവും. താഴെ പോയിട്ട് നേരെ കടലിലോട്ടാണ് വീഴുന്നത്. അവിടെ 2 ആട്ടിൻകുഞ്ഞുങ്ങളെ കണ്ടായിരുന്നു ഞാൻ മുന്നേ. ഉണ്ടോ അതിൻ്റെ ഭംഗിയുണ്ടോ? നല്ല രസമുണ്ടല്ലേ. എൻ്റെ അതർ സൈഡാണ് അത്. ഇപ്പം അവർ 3 പേരും കൂടെ അതിൻ്റെ എഡ്ജിലോട്ട് പോയപ്പോഴത്തേക്കിനും എനിക്ക് പേടിയായി. ഞാൻ പെട്ടെന്ന് പുറകെ ഓടി ചെല്ലുക. കാരണം എൻ്റെ അമ്മയെ നോക്കിയാൽ താഴോട്ട് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കടൽ, അതിൻ്റെ ആഴം ഡെപ്തും നമുക്കറിയത്തില്ല. ഭയങ്കര ഡേഞ്ചറസ് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആട്ടിൻകുഞ്ഞുങ്ങൾ. അവരവിടെ നിന്ന് മേയുക. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് പേടിയും തോന്നും. അതുകൊണ്ട് അവർക്ക് അങ്ങ് എഡ്ജിൽ പോകണമെന്ന് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാനങ്ങ് മാറി കൊണ്ടുപോയി. എനിക്ക് തന്നെ പേടിയാന്ന് കണ്ടിട്ട്. ഞാനും താഴോട്ടെങ്ങാനും പോയാലേ പിന്നെ നമ്മൾ ജീവിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ അല്ലേ? എന്ത് പേടിക്കണം ഇങ്ങനെയുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ. വലിയവരെയും കൊണ്ട് തന്നെ പ്രായമുള്ളവരെയും കൊണ്ടും ഒക്കെ പോകുമ്പോൾ ഒത്തിരി കെയർഫുള്ളായിട്ടിരിക്കണം. ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫൊന്നും കളയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? പക്ഷെ ഒത്തിരി പേർ അവിടെയൊക്കെ പോയി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി ഡേഞ്ചറസാണ് കേട്ടോ. ഞാനങ്ങനെ ആരെ സമ്മതിച്ചില്ല ഒത്തിരി എഡ്ജിലോട്ട് പോയി നിന്ന് വ്യൂസ് എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നു. അതായത് ഇങ്ങനെ ഒരു സൈഡ്, റോഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇതുപോലെ കടലിടുക്ക് പോലെയുള്ള ഏരിയാസാണ്. നല്ല രസമാണ് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ അവിടെ ഇവിടെ UK എല്ലായിടത്തും ഉണ്ട് ബ്ലാക്ക് കറണിൻ്റെ ഇത് വൈനൊക്കെ ഇടാൻ നല്ലതെന്ന് പറയുന്നത്. നമുക്ക് പറിച്ചൊക്കെ തിന്നാം. പക്ഷേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ പബ്ലിക്കായിട്ടൊക്കെ നിൽക്കുന്ന 1-2 പറിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാടൊന്നും പറിക്കാൻ പറ്റത്തില്ല. കാരണം അവരിപ്പോൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സമ്മറാകുമ്പം ഈ ബേഡ്സിൻ്റെ ഒക്കെ ആവാസ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള കുറ്റിക്കാടുകളൊക്കെ. അപ്പം നമ്മൾ അവർക്ക് പറിക്കാനോ അവരെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി പറിക്കുവാണ് അവരുടെ ആഹാരമല്ലേ നമ്മളെടുക്കുന്നത്. നമുക്കിഷ്ടം പോലെ ആഹാരമില്ലേ വേറെയൊക്കെ. അപ്പോൾ അവരുടെ ആഹാരം അങ്ങനെ നമ്മൾ പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണിപ്പം ഒരു അപ്ഡേറ്റഡ് ന്യൂസ് ഞാൻ കേട്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. കുറേ നടക്കാനുണ്ട്. കുറേയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം, 2 ഇല്ല എന്നാലും 1.5 കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് നടക്കാൻ ഈസിയാണ്, പക്ഷേ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പാടാണ്. എന്നാലും അവർ നടന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റായിട്ട് അവിടെ പോയിട്ട് എല്ലാം കണ്ടിട്ട് തിരിച്ച് വന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേരെ കണ്ടു. അവരുടെ കയ്യിലൊക്കെ സൂര്യകാന്തിയുടെ പൂക്കളും ചെടികളും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോസാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ സ്പീഡിൽ ഓടുക. അവൻ ആദ്യം എത്തണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ക്ലൈമറ്റൊക്കെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആവിയൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ അതിൻ്റെ തലേദിവസം പോയി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര വെയിലായിരുന്നു, ഞങ്ങൾക്ക് വേർത്തിട്ട് ഒരു തരവും വയ്യായിരുന്നു എന്നൊക്കെ. ഇത് കണ്ടില്ലേ അങ്ങേയറ്റത്ത് ഒരു ഐലൻഡ് പോലെ കണ്ടോ? അവിടോട്ടൊക്കെ ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പിള്ളേരെയും കൊണ്ടേ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇവരെ നടക്കാൻ വയ്യ. പിന്നെ നമ്മളെത്തി ഫൈനലി റോസ്ലി സൺഫ്ലവേഴ്സ്. അവിടെ നമ്മളെത്തി. ഓപ്പൺസാണ്. ഇത് കുറേ നാളായി ഓപ്പണായിട്ട്. സമ്മറെ ഫുള്ള് ഏകദേശം ഇത് ഓപ്പണായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പോയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് പോയപ്പോഴത്തേക്കിനാണ് നമ്മൾ ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞപ്പോഴാണ് നമ്മൾ പോയത്.
കാരണം മിക്കയിടത്തും നമ്മൾ ഈ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കൊരു 100 വരും. നിയർ ബൈ സൺഫ്ലവർ ഗാർഡൻ നിയർ ബൈ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് 100 വരും. 100 വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേതാണ് നല്ലത് റിവ്യൂസ് നോക്കി പോയെന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മൾ ചെല്ലുന്ന ദിവസം അവിടെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കുറവായിരിക്കും, നമുക്കൊരു എക്സ്പെക്റ്റഡ് ഔട്ട്കം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് പോയതാണെങ്കിൽ നമുക്കറിയാം ഇത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അവർ സജസ്റ്റ് ചെയ്ത് നമ്മൾ പോയേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവർ ചെറിയൊരു പിള്ളേരെ പോസ്റ്ററൊക്കെ കൊടുത്തു. അതായത് അവിടെയുള്ള അവരിങ്ങനെ നമ്പർ ഇട്ട് വെച്ചേക്കുക ഓരോ കാഴ്ച. അപ്പം കുറേ വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് അങ്ങോട്ട് കയറുന്നതിന് മുന്നേ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നില്ലേ? അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇതങ്ങനത്തെ ഒക്കെ നമുക്കിവിടെ ഈ സമ്മർ ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ പാക്കറ്റുകൾ കിട്ടും. നമുക്ക് പാകി കിളിപ്പിക്കാം. സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ പാകി കിളിപ്പിച്ചാൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ അത് ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യണം, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഉണ്ടോ, എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ. ആദ്യം ഞങ്ങളിത് ഏകദേശം തീരാറായപ്പോഴാണ് ചെന്നത്. അതുകൊണ്ട് എന്നാലും ഞങ്ങൾക്ക് പൂക്കൾ കാണാൻ പറ്റി. പക്ഷേ ഒരു വലിയൊരു അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ പോയവർ ഇതിലും നല്ല വ്യൂസ് ആയിരുന്നു. അവരുടെ വ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് സത്യം പറയാൻ ഞങ്ങൾ പോയത്. ഇതിലും നല്ല അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം ഏകദേശം കൊഴിയാറായി. ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഏകദേശം ചിലതെല്ലാം നല്ലപോലെ അവർ കായ്ച്ച് നിന്നതിന് പിന്നെ അവരുടെ അടുത്ത സ്റ്റേജിലോട്ട് അവർ പോകാറായി. ഇപ്പം കൊഴിഞ്ഞ് വീഴുന്ന ഒരു പരുവമായി. നമ്മൾ 1ാമത്തെ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിള്ളേരിൽ അവർ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് എത്ര സ്ഥലമുണ്ട് അത് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം അവിടെ നമ്മൾ ഇത് ചെയ്യണം, ഒരുമാതിരി സീല് പോലെ അടിക്കണം. ഫസ്റ്റ് 8 സ്ഥലവും മറ്റും ഉണ്ട്. 8 സ്ഥലത്ത് നമ്മൾ കയറി അവർക്ക് ഉറപ്പ് വരുത്താനായിട്ടാണത് അവർ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്കൊരു ഫണ്ണായി. കണ്ട അവരവിടെ ഇങ്ങനെ ഒരു വുഡ് കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞാനിപ്പുറത്തൂടെ മാറി ആ പൂക്കളുടെ ഇടയിലൂടെ നടന്നു കേട്ടോ. എനിക്കതാണ് ഇഷ്ടപ്പെട്ടെ. അതിപ്പോൾ എല്ലാവരും അതോടി നടക്കാൻ തുടങ്ങി. അപ്പോസ് അവിടെ ഒരു ബീയെ കണ്ടോണ്ട്, ഒരു ഹണി ബീയെ കണ്ടോണ്ട് പേടിച്ചു. അവന് ഇൻസെക്ട്സിനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. കാണുന്നത് അവന് പേടിയാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ളതിനൊക്കെ അവൾ പെറ്റാക്കാൻ നോക്കും. അതാണ് കുപ്പിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് വന്ന് വീടിനകത്തുനിന്ന് പഞ്ചസാരയൊക്കെ എടുത്ത് കുപ്പിക്കകത്തിട്ട് അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെയാണ്. നല്ല ഫ്ലവേഴ്സായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല അത് അലോഡാണോ അല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അവർക്ക് സൺഫ്ലവർ പറിക്കാൻ കുഴപ്പമില്ല എന്നവർ പറഞ്ഞായിരുന്നു. പക്ഷേ സൺഫ്ലവറോട് എനിക്ക് അത്രയും വലിയൊരു ഇഷ്ടം തോന്നിയില്ല. എനിക്ക് കൂടുതൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇങ്ങനെ നല്ല രസമില്ല ഇങ്ങനെ നിൽക്കുന്ന ഫ്ലവേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഞങ്ങളതിന് മുന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരുപാട് പൂക്കൾ കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് ലാവൻഡർ ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടൂടെ നടക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പിള്ളേർ നടക്കത്തില്ല. അതുകൊണ്ട് അവിടെയും ഇവിടെയും ഉരുണ്ട് വീണിട്ട് പിന്നെ ദേഹത്തെല്ലാം ചെളി പറ്റിച്ചിട്ടായി നടപ്പ്. അവിടെയാണെങ്കിൽ ഒന്നാമത് പൊടിമണലും കൂടെ കാണുന്നിടത്തെല്ലാം കയറിയിരിക്കും. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ചെറിയ കാറ്റും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം ആവിയുടെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ തലേദിവസം വന്ന ഫ്രണ്ട്സ് പറയും ഭയങ്കര വെയിലാണ് നടക്കാനായിട്ട്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ചെന്ന ദിവസം നല്ല ചെറിയൊരു മൈൽഡ് തണുപ്പ് കോൾഡായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും ആ വെതർ എൻജോയ് ചെയ്തുകൊണ്ടാണ് നടന്നത്. പിന്നെ അന്നത്തെ ദിവസം അത്ര ഒരു സണ്ണി അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവരെ വിൻ്റർ വെയേഴ്സൊക്കെ അത്യാവശ്യം ഇടിപ്പിച്ചുകൊണ്ടാണ് പോയത്. കാരണം സ്കൂളൊക്കെ തുറക്കാറായി. എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചാൽ പിന്നെ സ്കൂൾ മുടങ്ങും. അല്ലേ തന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും സ്കൂളിൽ മിക്കവാറും പോകാറില്ല, ജലദോഷവും പനിയുമായിട്ട്.
അപ്പം സ്കൂളിൽ നിന്ന് പിടിക്കുന്നത് പിന്നെ പിള്ളേരുടെ അടുത്ത് ഒന്ന് പെട്ടെന്ന് പിടിക്കുമല്ലോ. ഒരാൾക്ക് പനിയുടെ അടുത്തേക്ക് പെട്ടെന്ന് പിടിക്കുമല്ലോ, ജലദോഷമുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം നമ്മളുമായിട്ട് ഇങ്ങനെയുള്ള യാത്രകളിൽ കൂടെ കിട്ടാൻ ചാൻസ് ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഞങ്ങൾക്ക് തോന്നിയത് ഏതായാലും ഇച്ചിരി കൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു എന്ന്. ഇനി അടുത്ത വർഷമാവട്ടെ, ഞങ്ങൾ തീരുമാനം എടുത്ത് അതുകൊണ്ട് നേരത്തെ പോകും, തുടങ്ങുമ്പോഴേ പോകും എന്നൊക്കെ. എല്ലാം ഏകദേശം കഴിഞ്ഞായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു നല്ല ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയില്ല, എന്നാലും കണ്ടു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, സൂപ്പറായിട്ടുണ്ട്. ആ സൂര്യകാന്തിയുടെ നടുക്കേ ഒരുമാതിരി വാക്സ് പോലെ ഇരിക്കുന്നേ, അതാണ് എനിക്കൊന്ന് പിള്ളേർ ആദ്യമായിട്ടാണ് സൂര്യകാന്തി കണ്ടത്, സൂര്യകാന്തി ചെടി ഇത്രയും അടുത്ത് കണ്ടത്. പിന്നെ അവിടെ എനിക്ക് തോന്നിയത് 6-മത്തെയോ 5-മത്തെയോ മറ്റോ സ്ഥലമാണ്. അവിടെ ഇരുന്നുണ്ട് ഓരോ സ്ഥലത്തും അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോന്ന്, എന്തെങ്കിലും ആർക്ക് പോലെയോ അല്ല ഊഞ്ഞാൽ പോലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഒരാളുടെ ചാൻസ് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ ചാൻസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക ഊഞ്ഞാല കയറാൻ. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ അവിടെയൊക്കെ നിന്ന്, നല്ല രസമായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ചുള്ള നടപ്പാണ്. അവിടെ നിന്ന് ഇസ പൂവ് പറിച്ചായിരുന്നു, കുറച്ച് പൂവ് കണ്ട. ഇനിയും ഒരു വർഷത്തേക്കുള്ളൊരു മെമ്മറി ഉണ്ട്, കാരണം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ അടുത്ത വർഷവും ഇവിടെ തന്നെ വരും, ഇതിൻ്റെ നല്ല ടൈമിൽ തന്നെ. ഇതിൻ്റെ പൂക്കളൊന്നും മിസ് ചെയ്യാതെ എല്ലാം കാഴ്ച നിൽക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയണ്ടത്, നല്ലൊരു വ്യൂ നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോഴത്തേക്കും പകുതിയോളം പൂക്കളൊക്കെ കരിഞ്ഞതായിരുന്നു കണ്ടത്, എന്നാലും കണ്ടു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എപ്പോഴെങ്കിലും ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടി ഇവിടെ നിന്ന് വരണം, കാരണം ആ ബീച്ച് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ആ ബീച്ച് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. സോ ഫ്രണ്ട്സിനെ കൂട്ടി വരണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ തിരിച്ച് നടന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും പിന്നെയും കുതിരയെ കണ്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും പിന്നെയും കുതിരയെ കണ്ടപ്പോഴത്തേക്കിനും ഇസയ്ക്ക് പിന്നെയും പോകണം കുതിരയുടെ അടുത്ത്. അവൾ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുതിര അടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ്, കുതിര നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ് അവിടെ പോയി കുഞ്ഞായിട്ട് നിൽക്കുക കുതിര എടുത്ത് പോയിട്ട്. കുതിര വിചാരിക്കട്ടെ കുതിരയുടെ കുഞ്ഞാണെന്ന്, അപ്പോൾ ഒന്നും അടിക്കത്തില്ല എന്ന്. പിന്നെ അവൾക്ക് അവിടെ നിന്ന് പോകണ്ട കുതിരയെ കണ്ടുകൊണ്ട്. ഏകദേശം നല്ലപോലെ ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു, ചെറിയ രീതി വിശപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നഗറ്റ്സും രാവിലെ പ്രോൺസ് എയർ ഫ്രൈ ചെയ്തതും ഇതൊക്കെ കഴിച്ചു. അത്യാവശ്യം ഞങ്ങൾ വിശപ്പടക്കി. പിന്നെ ഞങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് ജ്യൂസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ തിരിച്ചു പോയ വഴിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. തിരിച്ച് നമ്മൾ വന്ന അതേ വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോവുക. ഏകദേശം 1.25 മണിക്കൂറോളം, 1.25 മണിക്കൂർ മിച്ചം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് 2 സ്ഥലം കാണാൻ പറ്റി, ബീച്ചും കാണാൻ പറ്റി, അതുപോലെ തന്നെ വ്യൂസും ഒക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ സൺഫ്ലവറും കണ്ടു. നമ്മൾ തിരിച്ചു പോയ വഴിക്കൊക്കെ ഒത്തിരി എന്തുവാ ഈ പറയുന്നത് ഈ ഷീപ്പ് ഫാംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ഷീപ്സും ലാമ്പും ഒക്കെ നിന്ന് ഇങ്ങനെ മേയുന്നതും പുല്ല് തരുന്നതൊക്കെ കണ്ടു. പിന്നെ ഇസയ്ക്ക് വഴക്ക്, അവരുടെ അടുത്ത് പോകണം, അവരെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവളോട് പറഞ്ഞ് പിന്നെ ഒരിക്കൽ കൊണ്ടാവുമെന്നൊക്കെ പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും അവൾ ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്നാ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉടൻ തന്നെ നമ്മൾ വാൽസിംഗ്ഹാമിന് മാതാവിനെ കാണാൻ പോകുന്നുണ്ട്, കാരണം പിള്ളേരുടെ അപ്പോൾ സന്തോഷമായി. അപ്പോൾ അവിടെ കൊണ്ട് ഷീപ്സിനെ ലാമ്പിനെയൊക്കെ കാണിക്കാമെന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗ് വരുന്നത് നമ്മുടെ വാൽസിംഗ്ഹാമാണ്. വാൽസിംഗ്ഹാമിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, 5 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി മാതാവിനെയൊക്കെ കണ്ടു. നല്ലൊരു അനുഭവമായിരുന്നു. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് വാൽസിംഗ്ഹാം.
അപ്പം നല്ലൊരു പിൽഗ്രിമേഡും ഒക്കെ ആയിരുന്നു, പുൽമേടുകൾ, അതുപോലെ നല്ലൊരു പിൽഗ്രിംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. ഏതായാലും അടുത്ത വ്ളോഗ് അതിനെപ്പറ്റിയാണ് വരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ പ്രോമിസ് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇങ്ങനെ കഴിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പ്രോമിസൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കഴിപ്പിക്കുന്നത്. അപ്പം ഇത് കഴിച്ചോളും. പിന്നെ വർത്തമാനങ്ങളും ഒക്കെ കേട്ട് അവളുടെ പറച്ചിലൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു. ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടിരിക്കുക. ഇസ മാത്രം കഴിക്കാനായിട്ട് താമസമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളും അടുത്ത യാത്രയെ പറ്റിയുള്ള ഡിസ്കഷനും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങ് സമയം പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.